ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ബഡ്ജറ്റ് ഡേ ആയിരുന്നു. ബഡ്ജറ്റ് ഡേ അപ്പോൾ നമ്മൾ ഇന്നലെ വരച്ച ആ ലൈൻസ് കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡൗൺ സൈഡിലുള്ളത്. പക്ഷേ നമുക്ക് എൻട്രി കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അത് അല്ലാതെ തന്നെ ഇന്ന് നമുക്ക് ബഡ്ജറ്റ് ആയതുകൊണ്ട് ഇന്ന് നമുക്കൊരു എൻട്രി എടുക്കുന്നതിനെക്കാട്ടി നല്ലത് ഇതിൽ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ മാറി നിന്ന് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, ഇന്ന് അതുപോലെ തന്നെ പിന്നെ ഇന്ന് ഇന്ത്യ വിക്സ്, ഞാൻ പറയുന്ന പോലെ തന്നെ ഇന്ത്യ വിക്സ് ഈ നമ്മുടെ ബഡ്ജറ്റിനെ പ്രമാണിച്ച് 2-3 ദിവസമായിട്ട് നല്ല ഹൈയിലായിരുന്നു. അത് കാരണം പ്രീമിയംസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരുന്നു. ഓക്കെ, പണ്ട് 2000-3000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ഒരു 5000-6000 രൂപ വേണമായിരുന്നു. ഓക്കെ, അപ്പോൾ അത്രയ്ക്ക് നമുക്ക് ഇന്ത്യ വിക്സ് കൂടി നിൽക്കുന്ന കാരണം പ്രീമിയം കൂടുതലായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് മാർക്കറ്റിൽ വന്നേക്കുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്ത ലെവൽസ് ഉണ്ട്. ഓക്കെ, ഇത് ഞാൻ നിഫ്റ്റി 50യുടെ ചാർട്ടാണ്. ഓക്കെ, നിഫ്റ്റി 50യുടെ ചാർട്ടാണ് ഇത്. ഇന്നലെ നമ്മൾ വരച്ച അപ്സൈഡിൽ റെസിസ്റ്റൻസ് ലൈൻ ഒന്നും ഇതുവരെയായിട്ടും ബ്രേക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, അത് ടാപ്പ് പോലും ആയിട്ടില്ല. പക്ഷേ ഇന്നൊരു ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിലും ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ വന്ന് പിന്നെ ഒരു അപ്സൈഡ് മൊമെൻറ്റം വന്ന് പിന്നെ ഒരു നല്ല ഡൗൺ സൈഡ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു മൊമെൻറ്റാണ് ഇന്ന് നമുക്ക് വന്നത്. പക്ഷേ നമ്മുടെ താഴത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു ലൈന് സ്വീപ്പായിട്ടുണ്ട്. ഓക്കെ, പക്ഷേ നമുക്ക് എൻട്രി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻട്രി ഇല്ലായിരുന്നു ആക്ച്വലി. ഓക്കെ, എൻട്രി എടുക്കുന്ന ഏരിയയിൽ നിന്ന് നമുക്ക് റിസ്ക് റിവാർഡ് പ്രോപ്പറായിട്ട് വരത്തില്ലായിരുന്നു. ഓക്കെ, അപ്പം അതായിരുന്നു ഇന്നത്തെ മെയിൻ ഇഷ്യൂ. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, കാരണം നമുക്ക് ഇപ്പോൾ ആഴ്ചയിൽ 5 ദിവസം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ഈവൻറ്റ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മാറി നിൽക്കുക എന്നുള്ളത് നമുക്ക് കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. ഓക്കെ, അത് നമുക്ക് ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന് ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. പക്ഷേ ഇന്ന് ഞാൻ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കിന് മാർക്കറ്റ് നമ്മുടെ ബഡ്ജറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ബാങ്ക് നിഫ്റ്റിയിലൊരു പുട്ട് ഓപ്ഷൻ സെല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ ആ ഒരു ലെവൽ ക്രോസ് ചെയ്തതിന് ശേഷം ടച്ച് ചെയ്തപ്പോഴാണ് ഞാൻ ഒരു ബാങ്ക് നിഫ്റ്റിയിൽ പുട്ട് ഓപ്ഷൻ സെല് ചെയ്തത്. ഓക്കെ, ഈ ഒരു ലെവൽ. ഓക്കെ, അപ്പോൾ നമുക്കത് കുഴപ്പമില്ല, ചെറിയൊരു പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. കാരണം പ്രീമിയം ഹൈ ആയി നിൽക്കുന്നത് കൊണ്ടാണ് ഇന്ന് നമുക്ക് വന്നത്. പിന്നെ അത് തന്നെയല്ല, ഇന്ന് ഇന്ത്യ വിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ വിക്സ് ഇന്ന് നല്ലപോലെ ഷൂട്ടപ്പ് ആയിരുന്നു. അത് കഴിഞ്ഞ് നോക്കി 9:15 ആ ഒരു ടൈം കഴിഞ്ഞപ്പോഴത്തേക്കിന്, അതായത് നിയർലി ഒരു 12:15 12:15 ആയപ്പോഴത്തേക്കിന് ഡ്രോപ്പ് ഡൗൺ ആയി. ഓക്കെ, 12 നോർമൽ ആ ഒരു ഇതിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് വലിയ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, കാരണം പ്രീമിയം ഡിക്ക് നല്ലപോലെ നമുക്ക് കിട്ടുമായിരുന്നു. ഓക്കെ, പിന്നെ ഇന്ന് എക്സ്പയറി ആണെങ്കിലും ആദ്യത്തെ ആ ഒരു 12 മണി to 1 മണിയുള്ള ആ ഒരു ടൈമിലത്തെ ഒരു വോളറ്റിലിറ്റി അല്ലാതെ വലിയ വോളറ്റിലിറ്റി എന്ന് പറയേണ്ടതൊക്കെ ഇല്ലായിരുന്നു. പക്ഷേ സാധാരണ ബഡ്ജറ്റിൽ ഇങ്ങനെയല്ല. ഓക്കെ, ഹൈ വോളറ്റിലിറ്റി വരാൻ നല്ല ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തെ ലെവൽസ് നമുക്ക് നോക്കാം. ആദ്യമേ നിഫ്റ്റിയാണ്. നിഫ്റ്റി നമുക്ക് അപ്സൈഡ് ലെവൽ ആ പഴയ ലെവൽ തന്നെ നമുക്ക് നോക്കാം. അതായത് 24,595 നിയർലി 24,600 എന്നുള്ള ലെവൽ തന്നെ നമുക്ക് വെക്കാം. പിന്നെ നമുക്കിത് സ്വീപ്പ് ആയത് കാരണം നമുക്ക് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ നമുക്ക് ഇതും ഡിലീറ്റ് ചെയ്യാം. ഇതെല്ലാം ഓൾറെഡി സ്വീപ്പ് ആയിട്ടുണ്ടല്ലോ. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത ലെവൽസ് ഏതാണ്? ഓക്കെ, ഈ ഒരു ലെവൽ, ഈ ഒരു ലെവൽ നമുക്ക് അടുത്തൊരു പോയിൻ്റായിട്ട് വെക്കാം. അതായത് 24,74. ഓക്കെ, 24,74 എന്ന് പറയുന്ന പോയിൻ്റ്, അതായത് ഇന്നത്തെ ഡേ ലോ. ഓക്കെ, അപ്പം ഇന്നലത്തെ ഡേ ഹൈയും ഇന്നത്തെ ഡേ ലോയുമാണ് മെയിനായിട്ട് നമുക്ക് മേജറായിട്ട് വരുന്ന ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മേജറായിട്ട് വരുന്ന ഒരു പോയിൻ്റ്. പിന്നെ ഞാൻ ഓവറോൾ മാർക്കറ്റിലൊരു ബുള്ളിഷ് തന്നെയാണ് എൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. കാരണം ഇത്രയും ഒരു ഡൗൺ സൈഡ് പോയിട്ടുണ്ടെങ്കിലും ഇവിടെ നിന്നൊക്കെ നല്ലൊരു ബൈയിങ് വന്നിട്ടുണ്ട് മാർക്കറ്റിൽ. ഓക്കെ, മോസ്റ്റ് പ്രോബബ്ലി കമ്മിങ് ഡേയ്സിലൊരു 25,000 ക്രോസ് ചെയ്യാൻ നല്ല പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് മെയിനായിട്ട് ഇത്രയാണ് നമുക്ക് വരുന്നത് മാർക്കറ്റിൽ. പിന്നെ നമുക്ക് ഒരു ഇൻട്രാഡേ അല്ല ഒരു കൗണ്ടർ ട്രേഡ് ആ ഒരു രീതിയിൽ പെട്ടെന്ന് നമുക്ക് എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലും കൂടെ നോക്കാം. ഓക്കെ, ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് 24,277. ഓക്കെ, ഈ ഒരു ലെവലാണ് 24,277. ഓക്കെ, ഇൻ കേസ് ഇപ്പം നമുക്ക് നാളത്തെ മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് കൂടെ നമുക്ക് പറയാം. നാളെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ഏത് ലെവലാണ് സ്വീപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഹൈ ആണോ ലോ ആണോ സ്വീപ്പ് ചെയ്യുന്നത് നോക്കാം. അതിനനുസരിച്ച് നമുക്കൊരു എൻട്രി എടുക്കാം. ഓക്കെ, നാളെ ഇപ്പം നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ലൈൻ സ്വീപ്പ് ചെയ്യണം. അതായത് നമ്മൾ അപ്സൈഡ് ലൈൻ സ്വീപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെറിയൊരു കൗണ്ടർ ട്രേഡ് പോലെ PE എടുക്കുന്നതായിരിക്കും. ഓക്കെ, ചെറിയ ടാർഗറ്റ് ആയിരിക്കും, ഒരു 1:1 വല്ലതും ആയിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് മെയിൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു എൻട്രി എന്ന് പറയുന്നത് അടുത്തത്
നമുക്ക് ഈ ഒരു ലെവലിൽ നിന്ന് ഇപ്പോൾ ഗ്യാപ്പ് അപ്പോൾ ചെറിയ ഗ്യാപ്പ് ഡൗൺ, അതായത് ഈ രണ്ട് ലൈൻസിൻ്റെ ഇടയ്ക്കാണ് ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏത് ലിക്വിഡിറ്റി ലൈനാണ് സ്വീപ്പ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് അതനുസരിച്ചുള്ള ഒരു എൻട്രി ആയിരിക്കും. ഓക്കെ, ഇപ്പം മാർക്കറ്റ് ഇതാണ് സ്വീപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഡൗൺ സൈഡ് എൻട്രി എടുത്തിട്ട് പിന്നെ മുകളിലോട്ട് ഒരു സി ആയിരിക്കും ഞാൻ എൻട്രി നോക്കാറ്. ഓക്കെ, പിന്നെ ഇൻ കേസ് നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഈ എല്ലാ ലൈൻ സ്വീപ്പ് ചെയ്തതിന് ശേഷം മുകളിലോട്ടൊരു സി എൻട്രി നോക്കും. ഓക്കെ, ഇത്രയാണ് എൻ്റെ നിഫ്റ്റിയുടെ നാളത്തെ എൻട്രി ഞാൻ നോക്കുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് പ്രീമിയം കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല, ഇന്ത്യ എക്സ് നോർമൽ ആ ഒരു ലെവലിൽ തന്നെ നിൽക്കുന്ന കാരണം നമുക്ക് നോർമൽ എമൗണ്ടിൽ തന്നെ നമുക്ക് വാങ്ങിക്കാം. ഓക്കെ, ഇന്ന് ആക്ച്വലി ഇപ്പം മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേയിൽ നമുക്കിപ്പോൾ ആക്ച്വലി ഒരു നല്ലൊരു ട്രേഡിംഗ് സെഷൻ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ട്രേഡും ചെയ്തിട്ടില്ലായിരുന്നു. ഇന്ന് പിന്നെ ഓപ്ഷൻ സെല്ലായതുകൊണ്ടാണ് ഞാൻ ഇന്ന് ലൈവ് വീഡിയോ പോസ്റ്റ് ചെയ്യാഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ എന്തായാലും ഒരു ഹോപ്പ്ഫുള്ളി നല്ലൊരു ട്രേഡ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും എൻട്രി ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് മെയിൻലി നോക്കുന്നത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റി നമ്മുടെ അപ്സൈഡ് ലൈൻ സ്വീപ്പ് ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് ബാങ്ക് നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. ഗ്യാപ്പ് അപ്പ് നേരെ വന്നു, പ്രീവിയസ് സ്വിംഗിലോ ബ്രേക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെയും പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നൊരു പുട്ട് എൻട്രി ഉണ്ടായിരുന്നു. പക്ഷേ പുട്ട് എൻട്രി വരുന്നത് ഇന്ന് മെയിനായിട്ട് ഞാൻ എൻട്രി ചെയ്യാഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ക്യാൻഡലിൻ്റെ ടൈം നോക്കി 11 മണിയാണ്. നമ്മുടെ ബഡ്ജറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമൊന്നും 11 മണിയായിരുന്നു. പക്ഷേ ഹൈ വോളറ്റിലിറ്റിക്ക് പോസിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ എൻട്രിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇന്ന് സേഫായിരുന്നു. ഇന്ന് സേഫായിട്ട് തന്നെ നമുക്ക് ഇരിക്കുകയായിരുന്നു. ഇന്ന് ക്യാപിറ്റൽ കാര്യങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് ഇന്ന് സേഫായിട്ട് തന്നെ നമുക്ക് ഇരിക്കുകയായിരുന്നു. ഓക്കെ, ഇന്ന് മാർക്കറ്റ് നോക്കി നമ്മുടെ ഇന്നലത്തെ ഒരു അപ്സൈഡ് അത് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ആ ലൈൻ സ്വീപ്പ് ചെയ്തു. ഓക്കെ, അത് നമുക്ക് ഡിലീറ്റ് ചെയ്തേക്കാം. പിന്നെ താഴത്തെ രണ്ട് ലൈനും സ്വീപ്പ് ചെയ്തപ്പോഴാണ് ഞാനൊരു അപ്സൈഡിലേക്ക് ഒരു എൻട്രി നോക്കിയത്. പക്ഷേ നമുക്കൊരു അഗ്രസീവായിട്ട് ഉള്ള ഒരു എൻട്രി മാത്രമേ വന്നിട്ടുള്ളായിരുന്നു, അല്ലാതെ നമുക്കൊരു എൻട്രി വന്നിട്ടില്ലായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നാളത്തേക്കൊരു എൻട്രി നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്ക് ഇന്നത്തെ ഒരു ഡേ ഹൈ നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ഡേ ഹൈ കൺസിഡർ ചെയ്തില്ലെങ്കിലും നമുക്ക് ഇന്നത്തെ ഈ ഒരു പോയിൻ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഡേ ഹൈ കട്ടി കുറച്ചുകൂടെ നല്ലൊരു പോയിൻ്റാണ്. പിന്നെ നമുക്ക് മെയിനായിട്ട് ഈ ഒരു ഏരിയ നോക്കാം. ഓക്കെ, ഈ ഒരു ഏരിയ, പിന്നെ നമുക്ക് ഈ ഒരു ഏരിയ. ഓക്കെ, ഇത്ര ഏരിയാസാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒന്നും കൂടെ വായിക്കാം. മുകളിലത്തെ ഇതെന്ന് പറയുന്നത് 50 to 794. ഓക്കെ, അതിന് തൊട്ട് താഴത്തെ എന്ന് പറയുന്നത് 50 to 430. ഓക്കെ, 50 to 430. അത് കഴിഞ്ഞിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് 50 to 249. അതിൻ്റെ തൊട്ട് താഴത്തെ ലൈൻ എന്ന് പറഞ്ഞാൽ 51,661. അതിൻ്റെ താഴത്തെ എന്ന് പറഞ്ഞാൽ 51,342. ഓക്കെ, ഇത്രയാണ് ഇപ്പോൾ നമുക്ക് മാർക്ക് ചെയ്തേക്കുന്ന ലൈൻസ്. ഇപ്പം നാളത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് എങ്ങനെയാണെന്ന് നോക്കുക. ഓക്കെ, ഇപ്പം ഇൻ കേസ് ഇപ്പോൾ ഗ്യാപ്പ് അപ്പ് അല്ല ഗ്യാപ്പ് ഡൗൺ ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൗൺ സൈഡ് എൻട്രി ആയിരിക്കും നോക്കുന്നത്. ഈ രണ്ട് ലിക്വിഡിറ്റി ഏരിയ സ്വീപ്പ് ചെയ്തതിന് ശേഷം ഒരു ഡൗൺ സൈഡ് എൻട്രി ആയിരിക്കും ഞാൻ നോക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് മെയിൻ അടുത്തതെന്ന് പറയുന്നത് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ചെറിയൊരു അപ്സൈഡ് എൻട്രി നോക്കും. ഓക്കെ, ഇന്നത്തെ ഡേ ഹൈ ഒന്നും ടാർഗറ്റ് വെക്കുന്നില്ല, പക്ഷേ എന്നാലും നമ്മുടെ ആ ഒരു റിസ്ക് റിവാർഡ് മാനേജ് ചെയ്യുന്ന ലെവലിലുള്ള ഒരു എൻട്രി വെക്കും. ഓക്കെ, ടാർഗറ്റായിട്ട് വെക്കും. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് നാളത്തെ ഒരു എൻട്രി സെറ്റപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ഇത്രയാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി നമുക്ക് നാളത്തെ ലെവൽസ് വരുന്നത്. ഓക്കെ, പിന്നെ ബഡ്ജറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് നമുക്ക് പുതിയതായിട്ട് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷനിൽ പുതിയ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ ചെറിയൊരു ടാക്സ് കാര്യങ്ങൾ, അതായത് നമ്മുടെ പ്രോഫിറ്റിൻ്റെ ലോസിൻ്റെ ടാക്സ് അല്ലാതെ അവരുടെ ഒരു ഗവൺമെൻറ് ടാക്സ് 0.01 അത് STT ആണെന്ന് തോന്നുന്നു. ഓക്കെ, അത് ഞാൻ കറക്റ്റായിട്ട് നോക്കിയിട്ട് ഞാൻ ഒരു ദിവസം നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അത് 0.01 0.02 ഇൻക്രീസ് ആക്കിയിട്ടുണ്ട്. അല്ലാതെ വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. അല്ലാതെ റൂമേഴ്സ് പോലെ തന്നെ നമുക്ക് ഇപ്പം ഓപ്ഷൻ ട്രേഡിങ് ബാനിങ് കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അതോർത്ത് പേടിക്കുകയൊന്നും വേണ്ട. അപ്പം നമുക്ക് നാളെ എന്തായാലും പുതിയ മാർക്കറ്റ് അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വരാം. ഓക്കെ, അപ്പം നമുക്ക് ഇനിയും മാർക്കറ്റിൽ ഈവൻറ്റ്സ് വരുന്നതെന്ന് പറയുന്നത് 30-ാം തീയതി US-ൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഫെഡ് മീറ്റിംഗ് ഉണ്ട്. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഈവൻറ്റ് വരുന്നത്. അല്ലാതെ നമുക്ക് ഈവൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പം പുതിയതായിട്ട് ഈ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു വ്യൂ നിങ്ങൾ നാളത്തെ മാർക്കറ്റിൽ കണ്ടീഷൻ നോക്കുക. അപ്പോൾ അതിൽ നല്ലപോലെ വർക്കാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ ഫ്രണ്ട്സും ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഈ ചാനലൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.